വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു പാലം കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് വെള്ളത്തിൽ ഈ തൂണുകൾ പണിയുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ അവർ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അല്ലേ? അതിന് എഞ്ചിനീയർമാരുടെ കയ്യിൽ ഒരു അടിപൊളി മെത്തേഡ് ഉണ്ട്. ഒരു അണ്ടർ വാട്ടർ ബ്രിഡ്ജ് പിയർ നിർമ്മിക്കുന്നതിന് എഞ്ചിനീയർമാർ ആദ്യം ഒരു കോഫർ ഡാം നിർമ്മിക്കുന്നു. ഇത് വെള്ളം തടയുന്നതിനുള്ള താൽക്കാലിക വഴിയാണ്. അതിനായി പൈൽ ഡ്രൈവിംഗ് ഹാമർ ഉപയോഗിച്ച് ഗൈഡ് പൈലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. തുടർന്ന് ഷീറ്റ് പൈലുകൾ കടലിന്റെ അടിത്തട്ടിൽ നിരത്തി അണക്കെട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നു. വെള്ളം ചോരാതിരിക്കാൻ ഈ പൈലുകൾ ഇന്റർലോക്ക് ചെയ്യും. അപ്പോഴും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് കോഫർ ഡാമിനെ തകർക്കാനിടയുണ്ട്. അത് തടയാനായി ഒരു ബ്രേസിംഗ് ഫ്രെയിം അതിലേക്ക് കൂടിച്ചേർക്കുന്നു. വെള്ളം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ചോർച്ച തടയാൻ ട്രെമി രീതി ഉപയോഗിച്ച് കോൺക്രീറ്റ് സീൽ കോഴ്സ് ഒഴിക്കുന്നു. ഒടുവിൽ കോഫർ ഡാം നീക്കം ചെയ്തതിനു ശേഷം പിയറിന്റെ സ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നു. കോൺക്രീറ്റ് ഒഴിച്ച് ശക്തമായ അടിത്തറയും ഉണ്ടാക്കുന്നു. അങ്ങനെ 14 മുതൽ 28 ദിവസങ്ങൾ കഴിയുമ്പോൾ ബ്രിഡ്ജ് പിയർ റെഡി. സൂക്ഷ്മമായ ആസൂത്രണവും കൃത്യമായ ടെക്നിക്കുകളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കടുപ്പമേറിയ അണ്ടർ വാട്ടർ പ്രൊജക്ടുകൾ പോലും വിജയകരമാക്കാം.